ഹായ് ഓൾ, എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഐഡിയാസ് ആയിട്ടാണ്. നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന കലണ്ടർ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഐഡിയാസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ടാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. പൊട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ കലണ്ടറിൻ്റെ ഒരു പേപ്പറിൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റ് സ്ക്വയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബാലൻസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു ഭാഗം നമുക്കൊന്ന് ഒഴിവാക്കി കൊടുക്കണം. ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം കീറി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് ട്രയാങ്കിൾ ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു രണ്ട് സൈഡ് ഉണ്ടല്ലോ, ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോണ് കറക്റ്റ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ മടക്കി കൊടുക്കാനായിട്ട്. മടക്കിയതിന് ശേഷം സൈഡ് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ കണ്ടില്ല, ഇതേപോലെ ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ മുകളിൽ 2 പീസായിട്ടാണ് കിട്ടുക. ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഇതേപോലെയുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഒട്ടിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു വശം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു വശവും ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നല്ലൊരു എൻവലപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മുടെ മക്കളുടെ കുഞ്ഞു കുഞ്ഞു കാർഡുകൾ അതല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് ഒക്കെ നമുക്ക് ഈ ഒരു എൻവലപ്പിൽ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. കുഞ്ഞു മക്കൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന എൻവലപ്പാണ്. അപ്പോൾ ഇനി വേസ്റ്റ് പേപ്പറൊക്കെ വെച്ചിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പച്ചക്കറി സ്റ്റാൻഡിൻ്റെ ഒരു തട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ന്യൂസ് പേപ്പർ അതല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള കലണ്ടറൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡിയാണ് കേട്ടോ. നമ്മുടെ കിച്ചണിലെ ഷെൽഫിലൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ എത്ര നീറ്റാക്കി കൊണ്ടുവരുന്നാലും പെട്ടെന്ന് തന്നെ അതിൽ ബോട്ടിൽ വെച്ചിട്ടും ആ ബോട്ടിൽ നിന്നൊക്കെ അഴുക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് അഴുക്കാവാറുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു പേപ്പർ വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അഴുക്ക് പെട്ടെന്ന് ആവാതെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് ആ ഒരു പേപ്പർ മാറ്റി കൊടുത്താൽ ഷെൽഫൊക്കെ ക്ലീൻ ആയിരിക്കും. അതേപോലെ തന്നെയാണ് പച്ചക്കറി. നമ്മൾ ഡയറക്റ്റായിട്ട് ആ ഒരു സ്റ്റാൻഡിലേക്ക് വെക്കുന്ന സമയത്ത് പച്ചക്കറിയൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് അതിൽ അഴുക്കൊക്കെ ആയി വൃത്തികേടാവാറുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു പേപ്പർ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ അഴുക്കൊക്കെ ആ പേപ്പറിലേക്ക് ആവുകയും പച്ചക്കറി സ്റ്റാൻഡ് നല്ല ക്ലീൻ ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ അതല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ആ പേപ്പർ മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. എന്നും നമ്മുടെ പച്ചക്കറി സ്റ്റാൻഡ് സൂപ്പർ ക്ലീൻ ആയിട്ട് നിൽക്കുകയും ചെയ്യും. മാത്രമല്ല പച്ചക്കറി സ്റ്റാൻഡിൽ ഇതേപോലെ പേപ്പറൊക്കെ വിരിച്ച് നമ്മൾ പച്ചക്കറി കീപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് തിങ്ങി നിൽക്കാത്ത വിധത്തിൽ പച്ചക്കറി ഇട്ട് വെക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ നമുക്കത് കേടുകൂടാതെ യൂസ് ചെയ്യാനും പറ്റും. ഇനി അടുത്ത യൂസേജിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിതാ ഒരു കലണ്ടർ എടുത്തിട്ടുണ്ട്. ഇതിൽ 3 പേപ്പറാണ് കേട്ടോ ഉള്ളത്. അതിൽ നിന്ന് ഞാൻ ഒരു പേപ്പർ മാത്രം എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള 2 പേപ്പർ കീറിയെടുത്തതിന് ശേഷം വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനത് കീറിയെടുത്തിട്ടില്ല. അപ്പോൾ ഞാനിതാ ഒരു പേപ്പർ എടുത്തിട്ട് ഈ രീതിയിലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതൊരു മടക്കും. പിന്നെ അതേപോലെ തന്നെ അതേ പേപ്പറിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു ലെങ്ത്തിലാണ് ഞാൻ മടക്കി എടുത്തിട്ടുള്ളത്. ഇനി ഈ വശത്ത് നമുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫെവിബോണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ അറകളായിട്ടാണ് കേട്ടോ ഞാനിത് ഒട്ടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ലൈന് ഞാൻ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അറ്റത്തും ഇതേപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലായിട്ട് 3 അറയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ലൈനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ആ ഭാഗം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഗ്ലൂ ഒന്ന് പേസ്റ്റായിട്ട് വരുന്നവരെ നല്ലപോലെ തന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു 2 സൈഡിലും അതേപോലെ സെൻറ്ററിൽ 2 വശത്തുമായിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു വശത്ത് ഞാൻ നന്നായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്കതൊന്ന് സ്റ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ എനിക്കൊരു വശം നന്നായിട്ട് തന്നെ ഒട്ടി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ബാലൻസ് വന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഇത് ഒന്നുകൂടെ ഞാൻ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഒട്ടിച്ചതിന് കുറച്ച് താഴെയായിട്ടാണ് ഞാനിത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 സ്റ്റെപ്പായിട്ടാണ് കിട്ടുക. അതുപോലെ തന്നെ 5 അറകളായിട്ടും കിട്ടും. അപ്പോൾ ഞാനിതിൻ്റെ സൈഡിൽ ഇതേപോലെ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ സെൻറ്റർ ഭാഗത്തും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു 2 സൈഡിലും സെൻറ്ററിലുമായിട്ട് 3 വശത്തായിട്ട് ഞാൻ ഇതേപോലെ ഫെവിബോണ്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാൻ 2 സൈഡും നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാലൻസ് വന്നിട്ടുള്ള ഈ 2 പേപ്പർ ഒന്ന് അടർത്തി മാറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇതിപ്പോൾ 2 ലെയറും 5 അറകളുമാണ് ഇതിനുള്ളത്. താഴത്തെ ലെയറിൽ 2 അറകളും മുകളിലത്തെ ലെയറിൽ 3 അറയായിട്ടാണ് ഉള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓർഗനൈസർ തന്നെയാണ് ഇത്. കിച്ചണിലൊക്കെ നമ്മൾ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ ഒത്തിരി ആവശ്യങ്ങൾ നമുക്ക് നടക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഓരോ അറകളിലും ഓരോന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പേനയും പെൻസിൽ അതുപോലെ ഓയിൽമെൻറ്റ്, ടൂത്ത് പേസ്റ്റ്, ബ്രഷുകൾ എല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ കുറഞ്ഞ സ്പേസിൽ ഒരുപാട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ഓർഗനൈസർ തന്നെയാണ്. മാത്രമല്ല വേസ്റ്റായിട്ട് നമ്മൾ കളയുന്നൊരു പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എന്തും നമുക്ക് ഇതേപോലെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ കണ്ടില്ല, ഇത്രയും ഐറ്റംസ് ഈ ഒരു ഇതിനുള്ളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാൻ ഒത്തിരി സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കനയുള്ളത് വെച്ച് കൊടുക്കരുത്. കനയില്ലാത്തത് നോക്കിയിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത യൂസേജിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിതാ ഒരു കലണ്ടറാണ് എടുത്തിട്ടുള്ളത്. 2-3 പേപ്പറുള്ള ഒരു കലണ്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു കലണ്ടറിൽ ചെറിയൊരു കമ്പി പോലെ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് ബലത്തിലായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതേപോലെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു സൈസിലൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജുകൾ നമുക്കൊന്ന് ഇൻസുലേഷൻ ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ റബ്ബർ ബാൻഡ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ ഇൻസുലേഷൻ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 2 സൈഡിലും സെൻറ്റർ വശത്തുമായിട്ട് ഇൻസുലേഷൻ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഹാങ് ചെയ്തിടാനായിട്ട് ഒരു വള്ളി ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു പാൻറ്റിൻ്റെ വള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബാത്റൂമിലൊക്കെ ഒരുപാട് ആണി അടിക്കുന്നതിന് പകരം ഒറ്റ ആണിയിൽ നമുക്ക് ഹാങ് ചെയ്തിടാണെങ്കിൽ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്, നമുക്ക് ഇടാനുള്ള ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. മാത്രമല്ല കിച്ചണിൽ ഇതേപോലെ നമ്മൾ ലെങ്ത്ത് കുറച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കിച്ചൺ ടവൽ ഹാങ് ചെയ്തിടാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു വള്ളി എടുത്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വള്ളി കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ടൈ ചെയ്തെടുക്കുക. അപ്പോൾ സെൻറ്റർ ഒന്ന് കറക്റ്റാക്കി എടുത്തതിന് ശേഷം 2 സൈഡ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചതിന് ശേഷമാണ് കേട്ടോ ടൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് നീളമൊന്നും നമുക്കിതിൻ്റെ ആവശ്യമില്ല, ഒന്ന് ഹാങ് ചെയ്തിടാനായിട്ട് മാത്രം മതി. അപ്പോൾ ഞാൻ കുറച്ച് ബാലൻസ് ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് ടൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ബാത്റൂമിൽ ഒരേ ഒരു ആണി മാത്രം മതി. ഒത്തിരി ആണി അടിച്ചിട്ട് നമ്മുടെ ബാത്റൂമോ എൻ്റെ ചുമരൊന്നും കേടാക്കണ്ട. ഇനി ഞാനിതൊന്ന് ഹാങ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഹാങ് ചെയ്തിട്ടതിന് ശേഷം ഇതേപോലെ നമുക്ക് ഡ്രസ്സുകൾ തൂക്കിയിടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരു ഡ്രസ്സല്ല 1-2 ഡ്രസ്സുകൾ നമുക്കിതിലേക്ക് ഇടാനായിട്ട് പറ്റും. ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ള കലണ്ടർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐഡിയാസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഓരോന്നും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുന്നെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.